നമസ്കാരം, എല്ലാവർക്കും ലോജിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 11/3/2022 ഹിന്ദു ന്യൂസ് പേപ്പർ ആൻഡ് ദ ബിസിനസ് ലൈൻ ന്യൂസ് പേപ്പറാണ്. ഇന്നലെ 10/3/2022 ഇന്ത്യയിൽ 5 സംസ്ഥാനങ്ങളുടെ ഇലക്ഷൻ റിസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വാർത്തകളാണ് ഇന്ന് ഹിന്ദുവിൻ്റെ ഭൂരിഭാഗം പേജുകളിലും. അതിൻ്റെ ഫസ്റ്റ് പേജിൽ തന്നെ ആദ്യം കാണുന്ന ന്യൂസാണ് ഞാൻ ഈ സെലക്ട് ചെയ്തിരിക്കുന്നത്. 5 സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തപ്പോൾ അതിൽ 4 സംസ്ഥാനങ്ങളിൽ BJP അധികാരം നിലനിർത്തുകയും പഞ്ചാബിൽ അധികാരത്തിലുണ്ടായിരുന്ന കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെടുകയും അവിടെ ആം ആദ്മി പാർട്ടി അധികാരത്തിലെത്തുകയും ചെയ്തു. അപ്പോൾ ഇതാണ് ഈ ഒരു പ്രധാനപ്പെട്ട ന്യൂസ്. ഇന്നത്തെ എല്ലാ പത്രങ്ങളിലെയും ഹെഡ്ലൈൻ ഈ 5 സംസ്ഥാനങ്ങളിലെ ഇലക്ഷനെ കുറിച്ച് തന്നെയാണ്. ഇതിൽ ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, മണിപ്പൂർ, ഗോവ എന്നീ സംസ്ഥാനങ്ങളിൽ BJP അധികാരം നിലനിർത്തിയപ്പോൾ പഞ്ചാബിൽ കോൺഗ്രസിനുണ്ടായിരുന്ന അധികാരം നഷ്ടമാവുകയും അവിടെ 92 സീറ്റുകളിൽ വിജയിച്ച് AAP ആം ആദ്മി പാർട്ടി അധികാരത്തിലെത്തുകയും ചെയ്തു. അപ്പോൾ ഇത് ബാങ്ക് എക്സാമിനോ അല്ലെങ്കിൽ ബാങ്ക് എക്സാമിൻ്റെ സിലബസ് ഫോളോ ചെയ്യുന്ന മറ്റ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഈ ഒരു ന്യൂസ് അത്ര വലിയ ഗുണം ചെയ്യുന്ന ന്യൂസ് അല്ല. കാരണം ഇലക്ഷൻ്റെ റിസൾട്ടോ അതിനെ പറ്റിയിട്ടൊന്നും നമുക്ക് എക്സാമിന് ചോദിക്കാറില്ല. പക്ഷേ ഇവിടെയെല്ലാം പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ എത്തിയ സ്ഥിതിക്ക് അവിടെയൊക്കെ ഇപ്പോൾ ഉള്ള മുഖ്യമന്ത്രിമാർ തന്നെയാണോ പിന്നും എത്തുക, അല്ലെങ്കിൽ പുതിയ മുഖ്യമന്ത്രിമാർ വരുമോ, പുതിയ മന്ത്രിമാർ വരുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരും ന്യൂസ് പേപ്പറുകളിൽ അതിൻ്റെ ന്യൂസ് തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ നമുക്കത് ഡിസ്കസ് ചെയ്യാം. അത് നമുക്ക് ആവശ്യമാണ്, നോട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് അടുത്ത ന്യൂസിലേക്ക് പോകാം. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു ന്യൂസാണ് ഹിന്ദുവിൻ്റെ ബിസിനസ് പേജിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. RBI എല്ലാ മാസവും അവരുടെ വെബ്സൈറ്റിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചുള്ള ഡേറ്റ പ്രസിദ്ധീകരിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഡേറ്റ പ്രകാരം ഇന്ത്യയിൽ നിന്ന് പുറത്തേക്കുള്ള FDI 67% കുറഞ്ഞിരിക്കുകയാണ് ഫെബ്രുവരി മാസത്തിൽ. അപ്പോൾ ഈ ഒരു ന്യൂസ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. വളരെ പ്രധാനപ്പെട്ട ആവശ്യമുള്ള ഒരു ന്യൂസ് തന്നെയാണത്. അപ്പോൾ അതിൽ ആദ്യം ഞാൻ പറയുന്നത് എന്താണ് ഈ FDI? FDI എന്ന് പറഞ്ഞാൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് 2 തരത്തിലാണുള്ളത്. ഒന്ന് ഇൻവേഡ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, 2 ഔട്ട്വേഡ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവേഡ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു കമ്പനികളിലേക്ക് ഇന്ത്യക്ക് പുറത്തുള്ള ബാങ്കുകളോ വ്യക്തികളോ അല്ലെങ്കിൽ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളോ നടത്തുന്ന നേരിട്ടുള്ള നിക്ഷേപത്തെയാണ് ഇൻവേഡ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഔട്ട്വേഡ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള വ്യക്തികളോ ധനകാര്യ സ്ഥാപനങ്ങളോ ബാങ്കുകളോ ഇന്ത്യക്ക് പുറത്തുള്ള ഒരു കമ്പനിയിലേക്ക് നൽകുന്ന ഡയറക്റ്റ് നേരിട്ടുള്ള നിക്ഷേപത്തെയാണ് ഔട്ട്വേഡ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ് ചെയ്യപ്പെടുന്നത് ഓരോ പീരീഡുകളിലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അനൗൺസ് ചെയ്യുന്ന FDI പോളിസി പ്രകാരമായിരിക്കും. ഒപ്പം ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് അഥവാ FEMA ആക്ട് 1999 ഗൈഡ് ലൈൻസും അനുസരിച്ചായിരിക്കും. ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ടിൻ്റെ കീ ഹോൾഡർ അല്ലെങ്കിൽ അത് മോണിറ്റർ ചെയ്യുന്നത് RBI ആണ്. അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡേറ്റ പ്രസിദ്ധീകരിക്കുന്നതും RBI തന്നെയാണ്. അപ്പോൾ ഈ ന്യൂസ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യക്ക് പുറത്തേക്കുള്ള, അതായത് ഇന്ത്യയിലെ ഇന്ത്യൻ ഇൻകോർപ്പറേഷൻസ് വിദേശത്തേക്ക് നടത്തിയിരിക്കുന്ന നിക്ഷേപം ജനുവരി മാസത്തേക്കാൾ 67% കുറഞ്ഞിരിക്കുകയാണ്. 67% കുറഞ്ഞിരിക്കുകയാണ്. അതായത് ജനുവരിയിൽ എത്രയായിരുന്നു അതിൻ്റെ 67%മാണ് ഫെബ്രുവരിയിലുള്ളത്. ഇതിൽ ഒരു കാര്യം, ഇതിൻ്റെ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന പോയിന്റ്, ഈ ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ട എമൗണ്ടുകളിൽ ടോട്ടൽ എമൗണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്തത്, അതായത് $2.28 ബില്യൺ ആണ് ഇൻവെസ്റ്റ് ചെയ്തതെന്ന് പറയുന്നുണ്ട് ഔട്ട്വേഡ് FDI ആയിട്ട്. അതിൻ്റെ സ്പ്ലിറ്റപ്പ് ഇവിടെ പറയുന്നുണ്ട്. ആ സ്പ്ലിറ്റപ്പ് പറയുന്ന എമൗണ്ട് അല്ല ഞാൻ നോട്ട് ചെയ്യുന്നത്. 237.84 million വാസ് ഇൻ ദി ഫോം ഓഫ്, ഇത് ശ്രദ്ധിക്കുക, അതായത് ഇക്വിറ്റി ഇൻഫ്യൂഷനായിട്ട് കുറച്ച് എമൗണ്ട്. ഇക്വിറ്റി ഇൻഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് മറ്റ് കമ്പനികളുടെ ക്യാപിറ്റലിലാണ്. അതായത് ഷെയർ പർച്ചേസ് ചെയ്ത് കമ്പനികളിൽ നിന്ന് നേരിട്ട് ഷെയർ പർച്ചേസ് ചെയ്ത് അതിൻ്റെ ക്യാപിറ്റലിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തു. ഇനി കുറച്ച് എമൗണ്ട് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? അത് ലോണായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിലുള്ള ബാങ്കുകളോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ അല്ലെങ്കിൽ കമ്പനികളോ തന്നെ വിദേശത്തുള്ള ഏതെങ്കിലും കമ്പനികൾക്ക് ലോണായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇനി അടുത്തൊരു കുറച്ച് എമൗണ്ട് പറഞ്ഞിരിക്കുന്നത് ഇഷ്യൂവൻസ് ഓഫ് ഗ്യാരണ്ടീസ് ആയിട്ടാണ്. അതായത് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ
ബാങ്കുകളാണ് സാധാരണ ഗ്യാരണ്ടി ഇഷ്യൂ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു കമ്പനി വേറെ ഏതെങ്കിലും വ്യക്തികളോ കമ്പനികളോ ആയിട്ടോ ഒരു കരാറിൽ ഏർപ്പെടുമ്പോൾ ആ കരാറിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇൻ കേസ് എന്തെങ്കിലും ഈ കമ്പനി ഡിഫോൾട്ട് വരുത്തുകയാണെങ്കിൽ അത് സഫർ ചെയ്യുന്ന വ്യക്തിക്ക് കോമ്പൻസേഷൻ നൽകാമെന്ന് ഈ ബാങ്ക് ഒരു ഗ്യാരണ്ടി, ഒരു ഉറപ്പ് നൽകുകയാണ്. അപ്പോൾ ഈ ഗ്യാരണ്ടി നൽകുന്ന സമയത്ത് ഒരു ഫണ്ട് കൈമാറ്റം അവിടെ നടക്കുന്നില്ല. പക്ഷേ ഈ ആർക്ക് വേണ്ടിയാണോ ബാങ്ക് ഗ്യാരണ്ടി നിൽക്കുന്നത് ആ ഒരു കമ്പനി എന്തെങ്കിലും ഡിഫോൾട്ട് വരുത്തിയാൽ ആ ഡിഫോൾട്ട് കാരണം നഷ്ടമുണ്ടാവുന്ന വ്യക്തിക്ക് ബാങ്ക് ക്യാഷ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഫ്യൂച്ചർ ഫണ്ട് ഫ്ലോ ആണ് അവിടെ ഉണ്ടാവുന്നത്, പ്രസൻറ്റ് ഫണ്ട് ഫ്ലോ ഇല്ല. എങ്കിൽ പോലും അത് FDIയുടെ ഭാഗമാണ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ മൂന്ന് കാറ്റഗറി ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, രണ്ട് ബൈ വേ ഓഫ് ലോൺ, മൂന്ന് നോൺ ഫണ്ട് ട്രാൻസാക്ഷൻ, അതായത് ബൈ വേ ഓഫ് ഇഷ്യൂ ഓഫ് ഗ്യാരണ്ടി. അപ്പോൾ ഈ മൂന്ന് തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും FDIയിൽ ക്വാളിഫൈ ചെയ്യപ്പെടുന്നതാണ്. നമ്മൾ ഒരിക്കലും ധരിക്കരുത് അത് ക്യാപിറ്റലിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമാണെന്ന്. ഏത് തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലും അത് FDIയിലേക്ക് കൺസിഡർ ചെയ്യപ്പെടുന്നതാണ്. ഓക്കെ, അപ്പം അടുത്ത ന്യൂസിലേക്ക് പോകാം. അടുത്ത ന്യൂസ് ഒരു അപ്പോയിൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. SBIയുടെ MD ആയ മാനേജിംഗ് ഡയറക്ടറായ ശ്രീ അശ്വിനി ഭാട്ടിയെ സെബിയുടെ ഹോൾ ടൈം മെമ്പറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സെബിയുടെ ഹോൾ ടൈം മെമ്പറായിട്ട് അദ്ദേഹത്തെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് ഇതും കൂടി നോട്ട് ചെയ്യുക, അപ്പോയിൻമെൻറ്റ്സ് കമ്മിറ്റി ഓഫ് ദ ക്യാബിനറ്റ് അഥവാ ACC. അപ്പോൾ ഈ ACCയുടെ ചുമതല എന്ന് പറയുന്നത് ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് ഒഫീഷ്യൽസിനെ നിയമിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പം RBIയുടെ ഡയറക്ടർ, സെബിയുടെ ഡയറക്ടർ, അതുപോലെ പ്രധാനപ്പെട്ട ടോപ്പ് മോസ്റ്റ് പദവികളിൽ ആളുകളെ നിയമിക്കുക, അല്ലെങ്കിൽ നിയമിക്കുക എന്ന് പറഞ്ഞാൽ റെക്കമെൻഡ് ചെയ്യുക എന്നതാണ് ACCയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ACCയുടെ ചെയർമാൻ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കറണ്ട് ചെയർമാൻ ശ്രീ നരേന്ദ്രമോദിയാണ്. അപ്പോൾ ഒരു കാര്യം കൂടെ നോട്ട് ചെയ്യുക, SBIയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ദിനേശ് കുമാർ ഖാരയാണ് SBIയുടെ ചെയർമാൻ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികളെ പറ്റി. അതിൽ പ്രധാനപ്പെട്ട ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ് ക്രിസിൽ. ആ ക്രിസിൽ പറഞ്ഞിരിക്കുന്നതാണ് ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ റേറ്റ് 6% താഴെ തന്നെ നിലനിൽക്കും. ഇപ്പോൾ ഓയിലിൻ്റെ പ്രൈസൊക്കെ ഇൻക്രീസ് ചെയ്ത് പോവുകയാണെങ്കിൽ കൂടി 6% താഴെ ആയിരിക്കും അത് നിലനിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വളരെയധികം സ്റ്റാറ്റിക് ഇൻഫർമേഷൻ ഇതിൽ നിന്ന് കിട്ടും. അതാണ് ഞാനിവിടെ നോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളിത് നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 2 പ്രൈസ് ഇൻഡെക്സുകളെ ആധാരമാക്കിയിട്ടാണ്. ഒന്ന് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സും, 2 കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സും. മുൻപ് നമ്മൾ ഈ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിനെ ആധാരമാക്കി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇൻഫ്ലേഷൻ റേറ്റ്, പ്രസിദ്ധീകരിക്കുന്ന ഇൻഫ്ലേഷൻ റേറ്റാണ് നമ്മൾ എല്ലാ പോളിസി മേക്കിങ്ങിനും വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ ഗവൺമെൻറ്, എനിക്ക് തോന്നുന്നു 2018 മുതലാണ് ഗവൺമെൻറ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ബേസ് ചെയ്തിട്ടുള്ള റീറ്റെയിൽ ഇൻഫ്ലേഷനാണ് എല്ലാ പോളിസി മേക്കിങ്ങിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് പ്രധാനപ്പെട്ടതാണ്, നോട്ട് ചെയ്യുക. ഇനി ഈ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ആരാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓഫീസ് ഓഫ് എക്കണോമിക് അഡ്വൈസറാണ്. അപ്പോൾ ഇന്ത്യയിലെ ചീഫ് എക്കണോമിക് അഡ്വൈസറുടെ ഓഫീസാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ചീഫ് എക്കണോമിക് അഡ്വൈസറുടെ ഓഫീസ് എവിടെയാണ്? അത് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിക്ക് കീഴിലുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻറ്റേർണൽ ട്രേഡ്. അവിടെയാണ് ചീഫ് എക്കണോമിക് അഡ്വൈസറുടെ ഓഫീസ്. ആ ഓഫീസാണ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏത് ഓഫീസാണ്? അത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ്. അപ്പം ഈ ഓഫീസ് ഹോൾഡേഴ്സ് ആരൊക്കെയാണെന്ന് കൂടി നമ്മൾ പഠിക്കുക. ഒന്ന്, ഏത് മിനിസ്ട്രിയാണ് എന്ന് ഞാൻ ഇവിടെ സൂചിപ്പിച്ചു. മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിക്ക് കീഴിലാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റും ചീഫ് എക്കണോമിക് അഡ്വൈസറും ഒക്കെ വരുന്നത്. അപ്പോൾ ആ മിനിസ്ട്രി, അതായത് മിനിസ്റ്റർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പീയൂഷ് ഗോയൽ, നോട്ട് ചെയ്യുക. ഇനി ഞാൻ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണെന്ന് പറഞ്ഞു. അപ്പോൾ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക് ഓഫീസിൻ്റെ ഹെഡിനെ നമ്മൾ വിളിക്കുന്നത് ചീഫ് സ്റ്റാറ്റിസ്റ്റിഷ്യൻ ഓഫ് ഇന്ത്യ എന്നാണ്. അദ്ദേഹത്തിൻ്റെ പേര് ബിമൽ കുമാർ റോയ്. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട ഒരു പോയിന്റും കൂടെ ഉണ്ട്.
അതായത് ഈ രണ്ട് ഇൻഡെക്സുകളും ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സും കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സും കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ ഇയർ 2011-2012 ബേസ് ഇയർ ആക്കി വെച്ചുകൊണ്ടാണ്. അപ്പം ഈ ബേസ് ഇയർ എന്ന് പറയുന്ന സംഭവം ഇത്രയേ ഉള്ളൂ. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക്, അതായത് കോമൺ മാന് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന സാധനങ്ങളുടെ വില, ആ വിലയെ ആധാരമാക്കിയിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബക്കറ്റ് ഓഫ് കമ്മോഡിറ്റീസ് എടുക്കുകയും, അതായത് പല പല സെഗ്മെൻറ്റിലുള്ള ഒരു ബക്കറ്റ് ഓഫ് കമ്മോഡിറ്റീസ് എടുക്കുകയും അതിൻ്റെ റീറ്റെയിൽ വില ആധാരമാക്കിയിട്ടാണ് ഈ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വളരെ സിമ്പിൾ ടേംസിൽ പറഞ്ഞാൽ 2011-2012 വിലയെക്കാട്ടിയും ഇപ്പോൾ എത്ര ശതമാനം കൂടി എന്നതാണ് ഈ ഒരു കാൽക്കുലേഷൻ്റെ അടിസ്ഥാന ഘടകം. അപ്പോൾ അങ്ങനെ വെച്ചിട്ടാണ് ഇപ്പോഴത്തെ ഇൻഫ്ലേഷൻ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബേസ് ഇയർ ചോദിക്കും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്കൊന്ന് 2018 ഈ ഫിനാൻഷ്യൽ ഇയർ 2011-12 ബേസ് ഇയർ ആക്കാൻ തീരുമാനിച്ചത്. ഓക്കെ, അടുത്ത ഈ ഒരു ന്യൂസ് ബിസിനസ് ലൈനിൽ നിന്നുള്ളൊരു ന്യൂസാണ്. ഈ ന്യൂസിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഫെബ്രുവരി മാസത്തിൽ ആദ്യത്തെ 2 ഫോർട്ട്നൈറ്റുകളിൽ ഇന്ത്യയിലെ ബാങ്കുകളെല്ലാം കൂടി ഡിസ്പേഴ്സ് ചെയ്ത ലോണുകളിലുണ്ടായ വർധനവിനെ പറ്റിയിട്ടാണ്. അതിൽ ഡേറ്റാസ് എല്ലാം കൃത്യമായിട്ട് തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ ഫെബ്രുവരി മാസത്തിലെ 2ാമത്തെ ഫോർട്ട്നൈറ്റിൽ 79,149 കോടി രൂപയാണ് ഇന്ത്യയിലെ എല്ലാ കൊമേഴ്സ്യൽ ബാങ്കുകളിൽ കൂടി ഡിസ്പേഴ്സ് ചെയ്ത ലോണിൻ്റെ തുക എന്ന് പറയുന്നത്. അതേസമയം അതിൽ ആദ്യത്തെ ഫോർട്ട്നൈറ്റിൽ 84,142 കോടി രൂപയാണ് എല്ലാ ബാങ്കുകളും കൂടി വായ്പയായിട്ട് വിതരണം ചെയ്തത്. അതിൽ ക്രിസിലിൻ്റെ, ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയായ ക്രിസിലിൻ്റെ ഒരു ഫോർകാസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ 2022 9 മുതൽ 10% വരെ വളർച്ച രേഖപ്പെടുത്തുമെന്നാണ് പറയുന്നത് ഈ വായ്പകളുടെ വിതരണത്തിൽ. ഫിനാൻഷ്യൽ ഇയർ 2021 5% വർധനമായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ ക്രിസിലിൻ്റെ ഒരു ഫോർകാസ്റ്റ് പറയുന്നത് ഫിനാൻഷ്യൽ ഇയർ 2023 ഇന്ത്യയിലെ ബാങ്കുകളെല്ലാം കൂടി ചേർന്ന് 11 മുതൽ 12% വരെ വായ്പയുടെ ഡിസ്ബേഴ്സ്മെൻറ്റിൽ, അതായത് ക്രെഡിറ്റ് ഡിസ്ബേഴ്സ്മെൻറ്റിൽ ഗ്രോത്ത് കൈവരിക്കുമെന്നാണ്. ഒപ്പം NPA എന്താണെന്ന് നോട്ട് ചെയ്യുക. NPA എന്ന് പറഞ്ഞാൽ നോൺ പെർഫോമിംഗ് അസറ്റ് ആണ്. ഈ നോൺ പെർഫോമിംഗ് അസറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ലോൺ അക്കൗണ്ടിലേക്ക് തുടർച്ചയായിട്ട് ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ടോ ക്രെഡിറ്റ് ആകാതെ ഇരിക്കുകയാണെങ്കിൽ, അത് നിഷ്ക്രിയമായിട്ടിരിക്കുകയാണെങ്കിൽ അതിനെയാണ് NPA എന്ന് വിളിക്കുന്നത്. ഇതിനൊരു ടൈം ലിമിറ്റ് ഉണ്ട്. 90 ദിവസമാണ് അതിൻ്റെ ടൈം ലിമിറ്റ്. 90 ദിവസമായിട്ട് യാതൊരുവിധ ക്രെഡിറ്റും ഒരു അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ലെങ്കിൽ ആ അക്കൗണ്ടിനെ NPA ആയിട്ട്, മലയാളത്തിൽ പറഞ്ഞാൽ നിഷ്ക്രിയ ആസ്തിയായിട്ട് പ്രഖ്യാപിക്കാം. ഓക്കെ, അപ്പോൾ ഈ NPAയുടെ പെർസെൻറ്റേജ് എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടോട്ടൽ ലോണിൻ്റെ ബേസിലാണ്. അതായത് ഒരു ബാങ്ക് എത്ര ലോൺ കൊടുത്തു അതിൻ്റെ എത്ര ശതമാനമാണ് NPA എന്ന രീതിയിലാണ് NPA പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ടോട്ടൽ NPA ഡിവൈഡഡ് ബൈ ടോട്ടൽ അഡ്വാൻസസ് ഇൻറ്റു 100. അഡ്വാൻസസ് എന്ന് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ ലോൺ. ഈ ഒരു ന്യൂസ് ഞാൻ ബിസിനസ് ലൈനിൽ നിന്നാണ് എടുത്തത്. ഈ ഒരു ന്യൂസ് നമുക്കങ്ങനെ കൂടുതൽ പോയിന്റുകളൊന്നും ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാനൊന്നുമില്ല. ഈ ന്യൂസ് അത്ര പ്രാധാന്യം അറിയിക്കുന്ന ന്യൂസും അല്ല. പക്ഷേ ഇതിനകത്തൊരു ടേം ഉണ്ട്, നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രൈബ്യൂണൽ, NCLAT. അത് നോട്ട് ചെയ്യുക, പ്രത്യേകം നോട്ട് ചെയ്യുക. നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രൈബ്യൂണൽ, NCLAT. എന്താണ് NCLAT എന്ന് പറഞ്ഞാൽ, നമുക്ക് ആദ്യം നമ്മൾ ഫോളോ ചെയ്തിരുന്ന കമ്പനീസ് ആക്ട്, അതായത് ഇന്ത്യയിലെ എല്ലാ പബ്ലിക് കമ്പനികളും പ്രൈവറ്റ് കമ്പനികളും ഒക്കെ റെഗുലേറ്റ് ചെയ്യപ്പെട്ടിരുന്നത് കമ്പനീസ് ആക്ട് 1956, 1956 കമ്പനീസ് ആക്ട് പ്രകാരമായിരുന്നു. എന്നാൽ 2013 ഇത് നമ്മൾ കംപ്ലീറ്റ് റിപ്പീൽ ചെയ്തിട്ട് പുതിയ കമ്പനീസ് ആക്ട് കൊണ്ടുവന്നു. കമ്പനീസ് ആക്ട് 2013 എന്നാണ് അത് അറിയപ്പെടുന്നത്. അപ്പോൾ ആ കമ്പനീസ് ആക്ട് 2013 പ്രകാരം നിലവിൽ വന്ന ഒരു ഓർഗനൈസേഷൻ, നിലവിൽ വന്ന ഒരു ട്രൈബ്യൂണലാണ് നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രൈബ്യൂണൽ. അപ്പോൾ ഇത് പ്രകാരം ഈ കമ്പനീസുമായിട്ട് ബന്ധപ്പെട്ട
കേസുകളിൽ അതിൻ്റെ ഒരു അപ്പെക്സ് ബോഡിയാണ് കമ്പനി ലോ അപ്പലേറ്റ് ട്രൈബ്യൂണൽ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ കോടതിയെ സമീപിക്കുന്നതിന് പകരം നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രൈബ്യൂണലിനെ നേരിട്ട് സമീപിക്കാം. ഇനി അവർ ഫോളോ ചെയ്യുന്ന കമ്പനി ലോ അപ്പലേറ്റ് ട്രൈബ്യൂണൽ ഒരു ജുഡീഷ്യറി ബോഡി തന്നെയാണ്. പക്ഷെ അവർ പറയുന്ന ഓർഡറിന് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പിന്നെ അതിന് മുകളിൽ തന്നെ ആയിരിക്കും സുപ്രീം കോർട്ട് എന്ന് പറയുന്നത്. കാരണം ഇത് അപ്പെക്സ് കോർട്ട് എന്ന് പറയുന്നത് എപ്പോഴും സുപ്രീം കോർട്ടാണ്. അതിന് മുകളിൽ ഒരു നീതിന്യായ പീഠമില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അതിന് താഴെ ആയിരിക്കും എപ്പോഴും നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രൈബ്യൂണൽ എന്ന് പറയുന്നത്. എന്നാൽ 2013 കമ്പനീസ് ആക്ടിന് മുമ്പ് അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ലായിരുന്നു. അപ്പോൾ അന്ന് കമ്പനികളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും പരാതികൾ നമ്മൾ ഉന്നയിക്കണമെങ്കിൽ നമ്മൾ നേരിട്ട് ഹൈക്കോർട്ടിലോ അല്ലെങ്കിൽ സെക്ഷൻ കോർട്ടിലോ പോയിട്ട് പരാതി പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കമ്പനികളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസസ് എല്ലാം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു ട്രൈബ്യൂണൽ രൂപീകരിക്കപ്പെട്ടതായിരുന്നു ഈ 2013 കമ്പനീസ് ആക്ടിൻ്റെ പ്രധാനപ്പെട്ട അട്രാക്ഷൻ. അപ്പം ഈ ഒരു ടേമാണ് നിങ്ങൾ ഇതിൽ നിന്ന് നോട്ട് ചെയ്യേണ്ടത്. 2-3 ദിവസമായിട്ട് നമ്മൾ പറയുന്ന ഒരു ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. NSEയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണെന്ന് നമുക്കറിയാം, വിക്രം ലിമായയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ടേം എൻഡ് ചെയ്യാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അദ്ദേഹത്തിന് വീണ്ടും ഒരു റീ അപ്പോയിൻമെൻറ്റിന് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഒരു ന്യൂസ്. ഇപ്പോൾ അടുത്തൊരു ന്യൂസ് വന്നിരിക്കുന്നത് BSEയുടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ചെയർമാൻ്റെ പേരാണ്. നോട്ട് ചെയ്യുക, ആശിഷ് കുമാർ ചൗഹാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ പിക്ചറാണ് ഈ കാണുന്നത്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ കറൻ്റ്ലി 2 ടേം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് BSEയുടെ ചെയർമാനായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ആലോചന നടക്കുന്നുണ്ട് NSEയുടെ ചെയർമാനായിട്ട്. അപ്പോൾ ഒരു പക്ഷേ ഒരു 90% ചാൻസ് ഉണ്ട് NSEയുടെ അടുത്ത ചെയർമാനായിട്ട് BSEയുടെ ഇപ്പോഴത്തെ ചെയർമാനായ ആശിഷ് ചൗഹാൻ ആയിരിക്കാം വരുന്നത്.